എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ 9ാമത്തെ സെഷനാണ്. അയ്യപ്പനെ അറിയുക, ദ സ്പിരിറ്റ് ഓഫ് ശാസ്ത അല്ലെങ്കിൽ സീക്രട്ട് ഓഫ് ശാസ്ത എന്ന് പറയുന്ന 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ജ്ഞാനയജ്ഞത്തിൽ 9ാമത്തെ ദിവസമാണിന്ന്. അതിരാവിലെ ശാസ്താവിനെ കുറിച്ച് കേൾക്കാനും ശാസ്താവിനെ അറിയാനും താല്പര്യത്തോടു കൂടി വന്ന നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഹരതത്വം വരെ എത്തി നിൽക്കുകയാണ്. ഹരിതത്വം എന്ന 3 ചക്രങ്ങൾ നമ്മൾ അനാവരണം ചെയ്തു, അതിലെ തത്വങ്ങൾ നോക്കി. അതിനുശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വിശുദ്ധി ചക്രത്തിലാണ്, 5ാമത്തെ ചക്രമായ വിശുദ്ധി ചക്രം. ഈ ചക്രത്തോടു കൂടി ശരിക്കും പഞ്ചഭൂതങ്ങളുടെ റെപ്രസെൻറ്റേഷൻ തീരുകയാണ്. അതായത് അനാഹതത്തിൽ വായു തത്വമായിരുന്നെങ്കിൽ വിശുദ്ധിയിൽ ആകാശതത്വമാണ് വിളങ്ങി നിൽക്കുക. തത്വം ഏതാണ്? അപ്പോൾ വിശുദ്ധി എന്നാൽ ശരിക്കും നിർമ്മലമായത് എന്നുള്ളതാണ്, ശുദ്ധമായത്. അപ്പോൾ ശരീരത്തിൽ ഈ ചക്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ഥൂല ശരീരത്തിൽ ഇതെവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ കണ്ടമൂലത്തിലാണ് ഈ ചക്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവിടെ എങ്ങനെയാണ് നാഡികളുമായിട്ടുള്ള ഈ ചക്രത്തിൻ്റെ ബന്ധം എന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴുത്ത്, നമ്മളുടെ തലഭാഗം, ചുമലുകൾ എന്നീ സ്ഥലങ്ങൾ ഭരിക്കുന്ന നാഡീവ്യൂഹവുമായിട്ടാണ് ഈ ചക്രം ബന്ധപ്പെട്ടിരിക്കുന്നത്. കണ്ഠനാളം, ശബ്ദനാളം എന്നീ ഭാഗങ്ങളെയും ഈ നാഡീവ്യൂഹങ്ങൾ ഭരിക്കുന്നതിനാൽ ഇവയ്ക്ക് അന്നനാള സംബന്ധമായ, കൃഗവീക്ക സംബന്ധമായ നാഡീ വ്യൂഹങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ നാഡീവ്യവസ്ഥകൾ, ഈ ഭാഗങ്ങളിൽ പറഞ്ഞ ഈ അവയവങ്ങളിലെ സ്വാധീനിക്കുന്ന നാഡീവ്യവസ്ഥകളാണ് ഈ ചക്രം സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾക്ക് എഡീഷണലി ഒന്നും കൂടെ പറയാനുള്ളത്, ഇത് ശരിക്കും നമ്മുടെ തൈറോയിഡും പാരാതൈറോയിഡ് ഗ്രന്ഥികളുമായിട്ട് ബന്ധമുള്ളതാണ്. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയും പാരാതൈറോയിഡ് ഗ്രന്ഥിയുമാണ് ഈ ചക്രം ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ഗ്രന്ഥികളുമായിട്ടുള്ള ബന്ധം കൂടെ നമ്മൾ എല്ലാ ചക്രത്തിലും പറഞ്ഞുകൊണ്ടാണ് പോണത്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികൾ ഈ നാഡീവ്യൂഹവുമായിട്ട് അല്ലെങ്കിൽ ഈ ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതാണ് പ്രാണൻ എന്ന് പറഞ്ഞാൽ ഉദാനവായു. അപ്പോൾ നമ്മൾ പഞ്ചപ്രാണനിൽ കഴിഞ്ഞ ആദ്യത്തെ 2 ചക്രങ്ങളിൽ അപാനവായുവും, മണിപൂരകത്തിൽ സമാനവായുവും, അനാഹതത്തിൽ വ്യാനവായുവും, വിശുദ്ധിയിൽ ഉദാനവായു. അപ്പോൾ പഞ്ചപ്രാണനിൽ 4 പ്രാണനെ നമ്മൾ ഇതോടകം പരിചയപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ജീവാത്മാവിനെ ഈ ശരീരത്തിൽ നിലനിർത്തുന്ന 5 പ്രധാന പ്രാണന്മാരിൽ 4 ആൾക്കാർ നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ വ്യവസ്ഥകളുമായിട്ടാണ് ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത്, എൻ്റെ ശാരീരികമായ പ്രവർത്തനങ്ങളിൽ ഇവയ്ക്കുള്ള സ്ഥാനം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പറയാനുള്ളത്, ഈ വിശുദ്ധി ചക്രത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ചക്രങ്ങൾ സ്വാധീനിക്കുന്നത്, അതായത് വിശുദ്ധി ചക്രം സ്വാധീനിക്കുന്നത് ഉദാനവായുവാണ്. ഇതിൽ പഞ്ചഭൂത തത്വം ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകാശതത്വമാണ് ഇതിൻ്റെ സൂക്ഷ്മാകാശം. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥൂലമായി കാണുന്നതല്ല. ശരിക്കും ആകാശം എന്ന് പറഞ്ഞാൽ തന്നെ ഈ എല്ലാ സൃഷ്ടിയുടെ പ്രതലം ആരംഭിക്കുന്നത് തന്നെ ആകാശത്തിൽ നിന്നാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, സ്പേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് എന്നെനിക്കറിയില്ല. എന്താണ് ശരിക്കും ഈ ആകാശതത്വം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സൃഷ്ടിയെ എടുത്തു നോക്കുക.
ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ ആ സൃഷ്ടിയേക്കാൾ അധികരിച്ച് നിൽക്കുന്ന ഒരു പ്രദേശം ആവശ്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു മേശ ഒരു മേശ ഒരു ആശാരി ഉണ്ടെങ്കിൽ അയാൾക്ക് ആ മേശയെ ഉൾക്കൊള്ളുന്നതിലും അപ്പുറത്തുള്ള സ്ഥലം ആവശ്യമാണ് അയാളുടെ ക്രിയ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ സൃഷ്ടി പൂർണ്ണമായി നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്താണോ സൃഷ്ടിക്കുന്നത് അതിനെ അധികരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാനം അയാൾക്ക് ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ ശരിക്കും ആകാശതത്വം എന്ന് പറയുന്നത്. ഏതൊരു സൃഷ്ടിയെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആ സൃഷ്ടിയേക്കാൾ അധികരിച്ച് നിൽക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ശിശുവിനെ സംബന്ധിച്ചിട്ട് ആ ശിശു ജനിക്കാൻ വേണ്ടി അയാൾക്ക് ആവശ്യമുള്ള ആകാശതത്വം ഏതാണ്? ഗർഭപാത്രം അല്ലേ? ഗർഭപാത്രം ആ സ്പേസാണ് പ്രൊവൈഡ് ചെയ്തത്. ഏത് സ്പേസ്? ആ കുഞ്ഞിന് ഭൂമിയിലേക്ക് ജനിച്ചു വീഴാൻ ആവശ്യമായ തത്വം, ആകാശതത്വം. ഞാൻ ഈ ഭൗതികമായ കാര്യം പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരാൾ ഒരു മേശ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ നിർമ്മിതിക്ക് പിറന്നു വീഴാൻ, അത് ഒരു മേശയായി പരിണമിക്കാൻ അതിനാവശ്യമായ സ്ഥലം ആ വസ്തുവിനേക്കാൾ അധികരിച്ച് നിൽക്കുന്ന ആ പ്രതലമാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ ആകാശതത്വം. ഞാൻ അടങ്ങുന്ന ഈ ബ്രഹ്മാണ്ടത്തെ ഉൾക്കൊള്ളാൻ, ഈ ബ്രഹ്മാണ്ടത്തെക്കാൾ അധികരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം, അതാണ് ശരിക്കും സ്പേസ്, ആകാശതത്വം. അപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ആകാശതത്വമാണ്, എൻ്റെ ചക്രത്തിലെ ആകാശതത്വം, വിശുദ്ധി ചക്രം. അതിൽ സ്വാധീനം എങ്ങനെയാണ്, ആ ചക്രത്തിലെ സ്വാധീനങ്ങൾ എന്നുകൂടെ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഭൗതികമായ തലത്തിൽ വിശുദ്ധി ചക്രത്തിനെ ത്വരിതപ്പെടുത്തൽ, അതായത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെയും ഖണ്ഡഭാഗത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുന്ന മെച്ചപ്പെട്ട സംഭാഷണ രീതി, ഒരു പദത്തിൻ്റെ ഉച്ചാരണം, പിന്നെ ക്രിയാത്മകമായ സർഗവൈഭവം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ ചക്രത്തോട് ബന്ധപ്പെട്ടവയാണ് ശരിക്കും. അപ്പോൾ വിശുദ്ധി ചക്രം ഉച്ഛ്വാസത്തിനും സംഭാഷണത്തിനും ഉത്തരവാദിത്വമുള്ള ഉദാനവായു, ഉഡാൻ കേട്ടിട്ടില്ലേ ഹിന്ദിയിൽ? ഉഡാൻ എന്ന് പറഞ്ഞാൽ എന്താ? എലവേറ്റ് ചെയ്യുന്നതാണ്. എലവേറ്റിൻ ഒരു സാധനത്തെ എലവേറ്റ് ചെയ്യാൻ അതിന് അധികരിച്ച് നിൽക്കുന്ന ഒരു എന്താ പറയുക, സ്പേസ് ആവശ്യമാണ്. അതാണ് ശരിക്കും നമ്മളിലെ ആകാശതത്വം. അപ്പോൾ ഉദാനൻ എന്ന് പറഞ്ഞാൽ തന്നെ ഉയർച്ചയിലേക്ക് പോണ ഒരു, നമ്മളെ എലിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതിനാണ് ഇപ്പം നമ്മളൊരു ശബ്ദം ഉച്ചരിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെപ്പോഴും അകത്തേക്ക് ശ്വാസം എടുത്തുകൊണ്ടൊരു ശബ്ദം ഉച്ചരിക്കാൻ ശ്രമിക്കൂ, ഒരക്ഷരം ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കൂ, നമ്മൾക്ക് പറ്റില്ല. കാരണം എന്താണ്? ശബ്ദം ജനറേറ്റ് ചെയ്യുന്നത് തന്നെ പ്രാണൻ പുറത്തേക്ക് പോകുന്ന സമയത്താണ്. ഉച്ഛ്വാസവായുവിൻ്റെ മർദ്ദം വോക്കൽ കോഡ്സിൽ ഏൽക്കുമ്പോഴാണ് നമുക്ക് സൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നോക്കൂ, നമ്മളുടെ ഋഷീശ്വരന്മാർ ഇതൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ട് ആദ്യമേ തന്നെ ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ശാസ്ത്രം നമ്മളോട് ഇതൊക്കെ പറയുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വളരെ കൃത്യമായിട്ട് വിശുദ്ധി ചക്രം എന്താണ്, അവിടെ പ്രവർത്തിക്കുന്ന വായു ഈ പറയുന്ന ഉദാനവായുവാണ്. ഉദാനവായു ഭൗതികമായ തലത്തിൽ, അതായത് ഫിസിക്കൽ റിയൽമിൽ വിശുദ്ധി ചക്രത്തിൻ്റെ ത്വരിതപ്പെടുത്തൽ, അതായത് എൻ്റെ ശരീരത്തിൽ ആ ചക്രത്തെ ത്വരിതപ്പെടുത്തുന്ന തൈറോയിഡ് ഗ്ലാൻഡിൻ്റെയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ, അതൊക്കെ ജീവിതത്തിൽ പരിഹരിച്ച് തരുന്നത് ഈ ഉദാനവായുവാണ്, ഈ ചക്രത്തിൻ്റെ ആക്ടിവേഷനാണ്. ആ ചക്രം ആക്ടിവേറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? എനിക്ക് നല്ല മെച്ചപ്പെട്ട സംഭാഷണ രീതി ഉണ്ടാവും, എനിക്ക് നല്ല വാക്ശുദ്ധി ഉണ്ടാവും, നല്ല ഉച്ചാരണം ഉണ്ടാവും, സർഗാത്മകമായ ഒരുപാട് കഴിവുകൾ, വൈഭവം ഉണ്ടാവും. കാരണം എന്തായാലും മനുഷ്യൻ എപ്പോഴും ഇപ്പം മണിപൂരകമാണ് റിലേറ്റീവ് എനർജി നമ്മളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അതിനെ സപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന വിശുദ്ധി. കാരണം എന്താ? നല്ല വാക്ശുദ്ധിയുള്ള ഒരാളുടെ സംസാരം കേട്ടാൽ ആരാണ് ആകൃഷ്ടരായി പോവാതിരിക്കുക? അത് സർഗാത്മകമായ ഒരു വൈഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ചക്രത്തോട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ചൈതന്യം, അല്ലെങ്കിൽ ഈ പറയുന്ന ഉദാന പ്രാണൻ. അപ്പോൾ ആ വിശുദ്ധി ചക്രം ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, അതിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ സംഭാഷണത്തിന് ഉത്തരവാദിത്തമുള്ള ഉദാനവായുവാണ് ഈ ചക്രത്തെ സ്വാധീനിക്കുന്നത്. ഇനി ക്ഷേത്രങ്ങളുടെ, ഈ ചക്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ ആന്ധ്രയിലെ കാളഹസ്തി
വളരെ ജനസമ്മിതി നേടിയ ഒരു ശക്തി വിശുദ്ധി ക്ഷേത്രമാണ് ശരിക്കും അത്. അപ്പം ഇങ്ങനെ ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ എടുത്തു പറയാൻ കാരണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളാണ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് തന്നെ ശബരിമല പോലത്തെ മഹാക്ഷേത്രങ്ങളെയാണ്. അപ്പം മഹത്തായ മുക്തിയിലേക്കുള്ള പ്രവേശന കവാടമാണ്, അല്ലെങ്കിൽ എൻട്രി ഗേറ്റാണ് വിശുദ്ധി ചക്രത്താൽ ഉത്തേജിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ശരിക്കും. അവിടെയാണ് ഞാൻ പറഞ്ഞത് മോഹങ്ങളുടെ ക്ഷയം, അല്ലേ? യഥാർത്ഥ അറിവ് നേടുമ്പോഴാണ് നമ്മൾക്ക് മോഹങ്ങളുടെ ക്ഷയം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ ശ്രീവിദ്യയിലൊക്കെ ഇവിടെ 16 ഈ ചക്രത്തിൽ 16 സ്വരങ്ങളെയാണ് വിന്യസിച്ചിട്ടുള്ളത്. നമ്മുടെ അക്ഷരമാല ശരിക്കും ഈ 7 ചക്രത്തിൽ നമ്മൾക്ക് വിന്യസിക്കാൻ പറ്റുന്ന ഒരു യോഗദർശനമുണ്ട്. അതായത് നമ്മളുടെ മൂലാധാരം തൊട്ട് ആജ്ഞയും സഹസ്രാരം വരെ, ആജ്ഞ വരെ, അത് കഴിഞ്ഞിട്ട് സഹസ്രാരം എന്നുള്ളത് ആ 51 അക്ഷരങ്ങളെ ഉൾക്കൊള്ളുന്നതും, ആജ്ഞാചക്രം 2 സംസ്കൃത അക്ഷരമാലയിലെ 2 അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ ഈ വിശുദ്ധി ചക്രം 16 സ്വരാക്ഷരങ്ങളെയാണ് ശരിക്കും പ്രതിനിധാനം ചെയ്യുന്നത്. അനാഹതം 12 അക്ഷരങ്ങളെ, മണിപൂരകം 10 അക്ഷരങ്ങളെ, സ്വാധിഷ്ഠാനം 6 അക്ഷരങ്ങളെ, മൂലാധാരം 4 അക്ഷരങ്ങളെ. അങ്ങനെ 6ഉം 4ഉം 10ഉം 10ഉം 20ഉം 12ഉം 32 പ്ലസ് 16 48. 48ൻ്റെ ഒപ്പരം 2 അക്ഷരങ്ങൾ ആജ്ഞയിൽ, അങ്ങനെ 50 അക്ഷരങ്ങൾ. അവസാനത്തെ പ്രണവം ഓം ചേർത്ത് 51 അക്ഷരം. അങ്ങനെ ഈ നമ്മളെ ഭാഷയായ ദേവഭാഷയായ സംസ്കൃതം ശരിക്കും നമ്മുടെ ശരീരത്തിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾക്ക് വഴിയേ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പം ഞാൻ ഈ പറയുന്നത് ശരിക്കും നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദം പോലും നമ്മുടെ ശരീരത്തിൽ, ഈ ഓരോ അക്ഷരം പോലും നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ചക്രവ്യവസ്ഥയിൽ, ഊർജ്ജ വ്യവസ്ഥയിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് അറിയുന്നതാണ്. ശാസ്ത്രം ഈ പറയുന്ന പോലെ ആധുനിക ശാസ്ത്രം ഇതൊക്കെ ഗവേഷണം ചെയ്ത് പറഞ്ഞാൽ മാത്രമേ നമ്മളിത് വിശ്വസിക്കൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം മഹത്തായ മുക്തിയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇത് വിശുദ്ധി ചക്രം. ഈ വിശുദ്ധി ചക്രം ഉത്തേജിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഒരുപാട് നമ്മളിൽ കൊണ്ടുവരുന്ന ഗുണങ്ങൾ എന്താണ്? നല്ല വാക്ശക്തി, ഇങ്ങനെയുള്ള സംഭാഷണത്തിലുള്ള വ്യക്തത, കൃത്യമായ ഉച്ചാരണം, നല്ല സംഭാഷണ രീതി. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കുണ്ടെങ്കിൽ മുക്തിയിലേക്കുള്ള വഴി ശരിക്കും തുറക്കപ്പെടും എന്നാണ് പറയുക. അപ്പോൾ ഇതിന് ഭൗതികമായ ക്ഷേത്രം ആന്ധ്രയിലെ, ഇത് സാധാരണ ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ ആന്ധ്രയിലെ കാളഹസ്തി ക്ഷേത്രത്തെക്കുറിച്ചിട്ട് പറഞ്ഞത്. അനാഹത ചക്രം, ശബരിമല യാത്രയിൽ നമ്മൾ പറഞ്ഞത് അനാഹത ചക്രത്തിൽ കുളത്തൂപ്പുഴയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള എരുമേലി ക്ഷേത്രമാണ് കണ്ടത്തിൽ. ദിവ്യസ്നേഹത്തിൻ്റെ ആ വിശുദ്ധി ചക്രം തുറക്കുന്നത് തന്നെ എരുമേലി ക്ഷേത്രം ആണ്. ആ ചക്രത്തിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ് ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അത് എരുമേലിയാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ശബരിമലയിൽ പോകുമ്പോൾ എരുമേലി പോയി പേട്ട തുള്ളിയിട്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത്, അല്ലേ? പക്ഷെങ്കിൽ ആ ഭൂരിഭാഗം ആളുകളും അവിടെ നിന്ന് തുടങ്ങുമെങ്കിലും കൃത്യമായ ഇതിൻ്റെ രീതിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് ചർച്ച ചെയ്തത്. എവിടെ നിന്ന് തുടങ്ങണം? ചോരി മുത്തയ്യൻ കോവിൽ നിന്ന് തുടങ്ങണം നമ്മുടെ ശബരിമലയിലേക്കുള്ള പ്രയാണം. അത് വന്നെത്തി നിൽക്കുന്നത് വിശുദ്ധിയിൽ എരുമേലി ക്ഷേത്രത്തിലാണ്. അവിടെ ചെന്ന് നമ്മുടെ വിശുദ്ധിയും കൂടെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എവിടെ ചെല്ലേണ്ടത്? ശബരിമലയിലേക്ക് ചെല്ലേണ്ടത്. അതാണ് നമ്മൾക്ക് അടുത്ത ചക്രത്തെക്കുറിച്ച് പറയാനുള്ളത്. അത് ആജ്ഞാചക്രമാണ്. അപ്പോൾ എന്താണ് ആജ്ഞ? ആജ്ഞ പറഞ്ഞാൽ അറിയാലോ, ഇതാണ് ആജ്ഞാചക്രം. അപ്പോൾ ഹരിഹരപുത്രനായ അയ്യപ്പൻ യോഗശാസ്ത്രപരമായി എൻ്റെ ശരീരത്തിൽ എങ്ങനെ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞാൽ, നട്ടലിനടിയിലുള്ള കുണ്ടലിനി ചൈതന്യമായ മൂലാധാര ചക്രത്തിൽ കുടികൊള്ളുന്ന ആ ചൈതന്യം ഹരിചക്രങ്ങളായ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ഈ 3 ചക്രങ്ങളെ കടത്തി ആ ചൈതന്യത്തെ മുകളിലേക്ക് പ്രയാണം ആരംഭിച്ചു കൊണ്ടുവന്നാൽ അതിനുശേഷം ഹരചക്രങ്ങളായ അനാഹതം, വിശുദ്ധി, ആജ്ഞ. അപ്പോൾ അനാഹതവും വിശുദ്ധിയും നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പറയാനുള്ളത് ആജ്ഞാചക്രമാണ്. അപ്പോൾ ആജ്ഞാചക്രത്തിൽ എത്തുന്നതോടുകൂടി ആജ്ഞാചക്രം ആക്ടിവേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ശബരിമല. അപ്പോൾ ആജ്ഞ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്? കൽപ്പന, കൽപ്പിക്കുക. ആജ്ഞാചക്രം ഉത്തേജിതമായ ഒരാൾക്ക് തൻ്റെ ചിത്തത്തിന് മുകളിൽ ആജ്ഞാപിക്കാൻ സാധിക്കുന്നു എന്നാണ്. ചിത്തത്തിൻ്റെ മുകളിൽ, ബോധത്തിൻ്റെ ഹയസ്റ്റ് പോയിൻ്റാണ് ചിത്തം. ആ ചിത്തത്തിൻ്റെ മുകളിൽ അയാൾക്ക് കൺട്രോൾ ഉണ്ടാവും. ആജ്ഞാ
അധികാരം ഉണ്ടാവും. അതാണ് ആജ്ഞാചക്രം. അതായത് നമ്മുടെ തൃക്കണ്ണ് എന്നുകൂടി വിളിക്കപ്പെടുന്ന സ്ഥലമാണിത് അല്ലേ. ഭ്രൂമധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുരികങ്ങൾക്ക് മധ്യത്തിലായിട്ടാണ് ശരീരത്തിൽ അതിൻ്റെ സ്ഥാനം. ഇതിൽ ഈ പറയുന്ന പോലെ നാഡീവ്യൂഹങ്ങൾ ആജ്ഞയിൽ ഉള്ളത് ഈ എന്താ പറയുക, നമ്മളെ നേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഓപ്റ്റിക്കൽ സിസ്റ്റം ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഗ്രന്ഥികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും അതുപോലെ ഹൈപ്പോതലാമസ് ഗ്രന്ഥിയുമാണ് ഈ ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. തലാമസ് ഗ്രന്ഥിയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും. അപ്പോൾ ഇതിൻ്റെ പ്രാണൻ ഏതാണെന്ന് പറഞ്ഞാൽ പ്രാണവായുവാണ്. അപ്പോൾ പ്രാണനാണ് ഇവിടെ വസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞില്ലേ എന്താണ്, ജീവാത്മാവ് വസിക്കുന്ന സ്ഥലമാണ് ആര്, ഇവിടെ ആജ്ഞയിൽ. അപ്പം നിങ്ങൾ നോക്കൂ, ശ്രീരാമൻ്റെ സന്തത സഹചാരിയാണ് ആര്, ഹനുമാൻ. അപ്പോൾ നമ്മുടെ യോഗദർശനങ്ങൾ പറയുന്നത് ശരീരത്തിൽ നമ്മുടെ ആജ്ഞാചക്രമാണ് ഹനുമാൻ സ്വാധീനിക്കുന്ന ചക്രം. അതായത് നമ്മളിലെ പ്രാണൻ സ്വാധീനിക്കുന്ന ചക്രം. ആഞ്ജനേയൻ, മനസ്സിലായോ? ആജ്ഞാചക്രം, സന്തത സഹചാരി, ശ്രീരാമൻ്റെ സന്തത സഹചാരി. അതുകൊണ്ട് ശ്രീരാമൻ വസിക്കുന്ന ഇടം ശ്രീരാമൻ്റെ സദാ ദാസനായി പ്രാണൻ ഇരിക്കും. അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ ദാസൻ എവിടെ പോയത്, ഈ ചക്രങ്ങളിലോട്ട് ഊർധ്വഗതി നടത്തി എവിടെ ചെന്നു, സാഗരം കടന്ന് ലങ്കയിലുള്ള സീതാമാതാവിനെ ദർശിച്ചു. അപ്പം അർത്ഥം എന്താണ്, പ്രാണൻ കീഴ്പോട്ട് സഞ്ചരിച്ച് സ്വാധിഷ്ഠാനമാകുന്ന ജലതത്വം, സാഗരം എന്ന് പറഞ്ഞാൽ ജലം അല്ലേ, ജലതത്വം കടന്ന് ലം എന്ന് പറഞ്ഞാൽ മൂലാധാരം, അവിടെ ചെന്ന് ജന്മവാസനകളാകുന്ന രാവണനെ അല്ലെങ്കിൽ രാവണൻ്റെ തടവിൽ താമസിപ്പിച്ചിരിക്കുന്ന സീതാമാതാവിനെ കണ്ട് അല്ലേ, ശ്രീരാമനിലേക്ക് സീതയെ ആനയിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു അല്ലേ. രാവണനെ ജയിക്കാനുള്ള യുദ്ധ തന്ത്രങ്ങളിലേക്ക് ആര് പോയി, ഹനുമാൻ ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന്. അപ്പോൾ രാമായണം ശരിക്കും ഈ പറയുന്നത്, ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താണ് ചെയ്തത്, ശബരിമല തീർത്ഥാടനം എങ്ങനെയാണ് എൻ്റെ ശരീരവുമായി ബന്ധം സ്ഥാപിക്കുന്നത്, എൻ്റെ ശരീരത്തിൽ അയ്യപ്പൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്. അതുപോലെ തന്നെ ഇനി വരുന്ന കർക്കിടക മാസത്തിൽ നമ്മളൊക്കെ രാമായണം വായിക്കുമ്പോൾ ഇത് നമ്മളുടെ മനസ്സിലൂടെ ഓർത്ത് പോവേണ്ടതാണ്. രാമായണം എന്നാൽ എൻ്റെ കഥ തന്നെയാണ്. എൻ്റെ ശരീരത്തിൽ ഓരോ ഉച്ഛ്വാസങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവീക ഈശ്വരീയമായ കാര്യം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രാണനിൽ പോലും ഈശ്വരീയത കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ്, മഹത്തായ സംസ്കാരമാണ് ശരിക്കും ഭാരതീയ സംസ്കാരം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കഴിഞ്ഞ തലമുറയ്ക്കൊന്നും ഇതൊന്നും ഇങ്ങനെ തത്വം അറിഞ്ഞ് ആചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇതൊക്കെ തത്വം അറിഞ്ഞ് ഓരോ ശ്വാസം പോലും ഈശ്വരനാണ്, ആ ഈശ്വരീയത അനുഭവിച്ചു കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ആജ്ഞാചക്രത്തിൽ എന്താണ് ഞാൻ പറഞ്ഞത്, ആജ്ഞാചക്രത്തെ ഏതൊക്കെ ഗ്രന്ഥിയാണ്, വായു ഏതാണ്, പ്രാണനാണ് ശരിക്കും അല്ലേ, അതും കൂടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരെയാണ് എന്ത്, പഞ്ചഭൂത തത്വങ്ങൾക്കുള്ള സ്വാധീനമുള്ളൂ. ഇവിടെ സൂക്ഷ്മാകാശ തത്വമാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പ്രാണതത്വമാണ്, ശരിക്കും ഈശ്വരീയ തത്വം ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ആജ്ഞ മുതൽ. കാരണം നമ്മൾ പഞ്ചഭൂത തത്വങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിൽ ആവിർഭാവം കാണിക്കുന്നത്, ഒന്ന് മൂലാധാരത്തിൽ പൃഥ്വീതത്വം, സ്വാധിഷ്ഠാനത്തിൽ ജലതത്വം, മണിപൂരകത്തിൽ അഗ്നിതത്വം, അനാഹതത്തിൽ വായുതത്വം, വിശുദ്ധിയിൽ ആകാശതത്വം. അങ്ങനെ പഞ്ചഭൂത തത്വങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഈ 5 പോയിന്റിൽ നമുക്ക് ദർശിക്കാനാവും. അത് തന്നെയാണ് ഇപ്പം ശിവൻ്റെ പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഓം നമ ശിവായ 5 അക്ഷരങ്ങളാണ്. ഇത് ശരിക്കും നമ്മുടെ 5 ചക്രങ്ങളിൽ തന്നെയാണ് ഓരോ നാമവും നമ്മൾ അത് ജപിക്കുമ്പോൾ, പഞ്ചാക്ഷരി ജപിക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് വേണ്ടത്, മനസ്സിൽ ആ ചൈതന്യം, ആ ദേവീ ചൈതന്യം ഉണരുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. എന്ന് ഉച്ചരിക്കുമ്പോൾ മൂലാധാരത്തിലെ ശ്രദ്ധയാണ് വേണ്ടത്. മാ സ്വാധിഷ്ഠാനത്തിലെ ശ്രദ്ധ, ഷീ
മണിപൂരകത്തിലെ ശ്രദ്ധ, വാ വായുതത്വമായ അനാഹതം, പിന്നെ എവിടെ ശുദ്ധി. ഈ 5 തത്വവും കടന്ന് നമഃശിവായ എന്ന് പറഞ്ഞാൽ പിന്നെ ഓം, ഇവിടെ ഓംകാര തത്വമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾക്ക് പഞ്ചാക്ഷരി വളരെ 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 താത്വികമായിട്ടാണ് ഓരോ മന്ത്രജപവും. നമ്മൾ വളരെ നിസാരമായി ഇതൊക്കെ ജപിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിൻ്റെ തത്വം അറിഞ്ഞ് ജപിച്ചു നോക്കൂ. വളരെ ഗ്യാരണ്ടി ആയിട്ട് പറയാം, നമ്മൾക്ക് ഈശ്വരീയമായ പല അനുഭവങ്ങളും വന്നു ചേരും. അപ്പോൾ എന്തുകൊണ്ടോ നമ്മൾക്ക് ഇതൊന്നും പറഞ്ഞു തരാനുള്ള ഒരു വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ആജ്ഞ എൻ്റെ ശരീരവും മാനസിക തലത്തെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഭൗതികമായി പറഞ്ഞാൽ ഫിസിക്കൽ ശരീരത്തിൻ്റെ സ്ഥൂല ശരീരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും ഗ്ലാൻഡും ഹൈപ്പോതലാമസ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ ആജ്ഞാകേന്ദ്രങ്ങളാണ് ശരിക്കും. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ ഈ എൻഡോക്രൈൻ അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയും. അപ്പോൾ അന്തസ്രാവ്യ ഗ്രന്ഥികളുടെ ആജ്ഞാ പൊസിഷനിൽ നിൽക്കുന്നതാണ് ഏത്? ഹൈപ്പോതലാമസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നത് ശരിക്കും വളർച്ചയുടെയും നമ്മുടെ പ്രത്യുൽപാദനത്തിൻ്റെ അടക്കം എല്ലാ ഹോർമോണുകളുടെയും വേണ്ട വിധം ശരീരത്തിന് ആവശ്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഈവൺ എന്താണ് ശരിക്കും ഡോക്ടർ സിനു ജോസഫിൻ്റെ ഒരു വലിയ റിസേർച്ച് ഉണ്ടായിരുന്നു. ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യവും ഡോക്ടർ സിനു ജോസഫൊക്കെ കൂടി, അരവിന്ദ് സുബ്രഹ്മണ്യം എന്ന മഹാൻ എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്ത് ഡോക്ടർ സിനു ജോസഫ് എന്ന് പറയുന്ന ആ ഒരമ്മ വളരെ പണിപ്പെട്ട് ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടി ശബരിമലയിലെ ആചാരങ്ങളുടെ ശാസ്ത്രീയ അടിസ്ഥാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ അമ്മ വളരെയേറെ പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ ആയതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർ വളരെ ശാസ്ത്രീയമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾ പോയിക്കൂടാ എന്ന് പറയുന്നതിന് ലളിതമായി ഞാൻ പറയാം, വലിയൊരു ടോപ്പിക്കാണ്. സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ വിജ്ഞാന പരമ്പരയിൽ അത് ചർച്ച ചെയ്യാം. അവർ പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകൾ ശബരിമലയിൽ പോയതുകൊണ്ട് അയ്യപ്പന് ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ സംഭവിക്കാനുള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ്, ആ പോകുന്ന സ്ത്രീകൾക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആജ്ഞാചക്രം ഉത്തേജിപ്പിക്കുന്ന ചൈതന്യമാണ് ശബരിമലയിലെ മണികണ്ഠ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നത്. അവിടെ ദർശിക്കുന്നതിലൂടെ, ആ തീർത്ഥാടനത്തിൻ്റെ ഭാഗമാവുന്നതിലൂടെ എൻ്റെ ഉള്ളിലുള്ള ആ ഹൈപ്പോതലാമസ് ഗ്രന്ഥി, അതായത് ആജ്ഞാചക്രം ഉത്തേജിപ്പിച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ഹൈപ്പോതലാമസ് ഓവർ ആക്റ്റീവായി ഭവിക്കും. ആ ഓവർ ആക്റ്റീവ് ആവുന്ന ഹൈപ്പോതലാമസിൻ്റെ പ്രത്യുൽപാദന ശേഷി അടക്കം, അതായത് ആർത്തവ ചക്ര സൈക്കിൾ അടക്കം എഫക്റ്റ് ചെയ്യും. അത് ശാസ്ത്രീയപരമായിട്ട് അവർ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയൊരു ക്ലാസ്സിൽ നമ്മൾക്കത് ചർച്ച ചെയ്യാം സമയം പോലെ. അപ്പോൾ സത്യത്തിൽ എന്താണ്, അവിടെ നിന്നാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളുടെ വ്യക്തത ഉണ്ടാവുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് അവർക്ക് അതിലുണ്ടാകുന്ന വ്യക്തത എന്താണ്? ഭൗതികമായി ഈ ഒരു തീർത്ഥാടനത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ തീർത്ഥാടനം എൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഒരു തീർത്ഥാടനമാണ് ശബരിമല അയ്യപ്പൻ്റെ തീർത്ഥാടന കാലം. അപ്പോൾ അങ്ങനെയുള്ള ആജ്ഞാചക്രത്തിൽ ശബരിമല എന്ന ആ പുണ്യ സന്നിധാനം, ആ സന്നിധാനത്തിൽ ഞാൻ എത്തിച്ചേരുന്നതോടുകൂടി എൻ്റെ ഭൗതിക ശരീരത്തിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും എൻ്റെ ഹൈപ്പോതലാമസും, അതായത് എൻ്റെ ബോഡിയിലുള്ള കംപ്ലീറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ ആജ്ഞാകേന്ദ്രമായി വർത്തിക്കുന്ന ഹൈപ്പോതലാമസ് ഈ ഗ്രന്ഥിയെയുമാണ് ഉത്തേജിപ്പിക്കുന്നത്. ബാഹ്യമായി ഈ ക്ഷേത്രം ഉത്തേജിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ മൂർത്തി ഉത്തേജിപ്പിക്കുന്നത്. അപ്പോൾ അതാണെങ്കിലോ എൻ്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ എൻ്റെ പ്രത്യുൽപാദനത്തിൻ്റെയും അടക്കം എല്ലാ ഹോർമോണുകളുടെയും വിധിയാവണ്ണമുള്ള പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് താനും. അപ്പോൾ ഈ ചക്രം നിഷ്ക്രിയമായാൽ ഈ ഗ്രന്ഥികളോട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ശാരീരിക പ്രവർത്തനങ്ങളെയും അത് ബാധിക്കും. ആധ്യാത്മിക നിലയിലാണെങ്കിലോ ഈ ചക്രം ആക്ടിവേറ്റ് ആയാൽ, അതായത് ആജ്ഞാചക്രത്തിൻ്റെ ആക്ടിവേഷൻ ഈശ്വരനുമായുള്ള നമ്മുടെ ആധ്യാത്മികമായ ഒന്നിച്ചു ചേരലിനെ, അലിഞ്ഞു ചേരലിനെ, അതായത് ഈശ്വരനുമായി മാനസികമായ തലത്തിൽ, സൂക്ഷ്മമായ തലത്തിൽ നമ്മളെ അടുക്കുവാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ചക്രമാണ് ആജ്ഞാചക്രം. അപ്പോൾ ആജ്ഞാചക്രം ശ്വാസോച്ഛ്വാസത്തിനും ഭക്ഷണം നമ്മുടെ അന്നനാളത്തിലൂടെ, നമുക്കറിയാലോ ഈസോഫാഗസിൻ്റെ ഒരു ക്രമാനുഗതമായ
ചലനമാണ് ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി നമ്മുടെ കുടലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് പ്രാണവായുവാണ്. ഈ പ്രവർത്തനം പോലും സ്വാധീനിക്കുന്നത് എന്താണ്? പ്രാണവായു. നമുക്കറിയാലോ, ഭക്ഷണമാണ് നമ്മളെ നിലനിർത്തുന്നത് പോലും. അപ്പം ഭൗതിക തലത്തിൽ നമ്മൾ സംസാരിച്ചാൽ പോലും എൻ്റെ ശരീരം നിലനിൽക്കണമെങ്കിൽ എനിക്ക് ഭക്ഷണം വേണം. ആ ഭക്ഷണം എൻ്റെ വായിൽ നിന്ന് അന്നനാളത്തിലൂടെ എൻ്റെ കുടലിലേക്ക് എത്തിക്കുന്നത് പ്രാണവായുവാണ്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ തന്നെ നിലനിൽപ്പ് നമുക്കറിയാലോ, ഒരാൾ എപ്പോഴാണ് മരിച്ചു എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യുക? അയാളുടെ പ്രാണൻ പോയി അല്ലേ എന്ന് പറയുമ്പോഴാണ്. ഈ പ്രാണൻ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം മാത്രമേ എൻ്റെ ശരീരത്തിൽ ആത്മാവ് കുടികൊള്ളുള്ളൂ. ആ ആത്മാവ് കുടികൊള്ളുന്ന സമയം മാത്രമാണ് എനിക്ക് ഒരു പേരും ഉണ്ടാവുള്ളൂ അല്ലേ? ആത്മാവ് പ്രാണൻ എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന സമയം എൻ്റെ ഉള്ളിൽ ആത്മാവ് ഇറങ്ങിപ്പോകും. അതോടുകൂടി എന്തായി? ഞാനൊരു ബോഡിയായി മാറും അല്ലേ? അതുവരെ എന്നെ ആളുകൾ അവിനാശ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നിലെ പ്രാണൻ ഇറങ്ങിപ്പോയാൽ പിന്നെ ബോഡി എപ്പോഴെടുക്കും, ബോഡി എപ്പോൾ ദഹിപ്പിക്കും എന്നായി അല്ലേ? ആരും അപരിചിതനല്ല. അതുവരെ എല്ലാവർക്കും അവിനാശായിരുന്ന ഞാൻ ആ ഒരൊറ്റ നിമിഷത്തിൽ എന്നിൽ നിന്ന് പ്രാണൻ പോകുന്ന സമയം ഞാനത് വെറും ഒരു ജഡമായി മാറുന്നു. അപ്പോൾ പ്രാണൻ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അസ്തിത്വമാണ്. പ്രാണൻ നമ്മൾ പറഞ്ഞു ശരിക്കും അതിൻ്റെ ആധ്യാത്മിക തലത്തിൽ എടുത്തു നോക്കിയാൽ അത് സാക്ഷാൽ ഹനുമാൻ സ്വാമി തന്നെയാണ് അല്ലേ? കാരണം ഞാൻ പറഞ്ഞു ഹരതത്വത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ശിവതത്വം നമ്മൾക്കറിയാലോ, ഹനുമാൻ ശിവതത്വമാണ് അല്ലെ? രുദ്രാവതാരമാണ് ഹനുമാൻ. അപ്പോൾ ശിവതത്വം ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ദൈവിക സങ്കല്പങ്ങളൊന്നും നേരം പോക്കല്ല. വെറുതെ ഒരു ചിത്രകഥയിൽ എഴുതിയതുപോലെ ചിത്രങ്ങൾ വരച്ചുണ്ടാക്കിയ ദേവതകളല്ല, അല്ലെങ്കിൽ ദൈവങ്ങളല്ല, ഈശ്വരന്മാരല്ല. ഇതിനൊക്കെ വളരെ കൃത്യമായ ആധ്യാത്മികമായ തത്വങ്ങളുണ്ട്, ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെയാണ് പലരും ആധ്യാത്മികത ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത്. ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും നമ്മൾ ഇതൊക്കെ കൈമാറി കൊടുക്കേണ്ടതാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വിദേശ ആക്രമണങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾക്ക് എവിടെയോ വെച്ച് ഈ ഒരു ആധ്യാത്മികമായ അല്ലെങ്കിൽ പൗരാണികമായ വിജ്ഞാനത്തിൻ്റെ ധാര നമ്മുടെ ഇടയിൽ നിന്ന് മുറിഞ്ഞു പോയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയത്. പക്ഷേ നമ്മൾക്ക് അടുത്ത തലമുറയെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ കയ്യിലാണ്. അത് നമ്മൾ എന്തായാലും ചെയ്തു തന്നെ ആവണം. ആജ്ഞാചക്രത്തെ സ്വാധീനിക്കുന്ന ക്ഷേത്രങ്ങളുടെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ അത് ആജ്ഞാചക്രത്തെ ഊർജിതമാക്കുന്ന ക്ഷേത്രങ്ങൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയാണ് ശരിക്കും ഉത്തേജിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഭൗതികമായ നിലയിൽ പ്രവർത്തിപ്പിക്കുകയും അത് ചെയ്യുന്നു. അപ്പോൾ ശബരിമല പോലുള്ള ശരിക്കും വളരെ ജനകീയമായ ക്ഷേത്രങ്ങളും മറ്റ് പല ശിവക്ഷേത്രങ്ങളും ആജ്ഞാചക്രത്തെ ഉത്തേജിപ്പിച്ച് ഭക്തരെ ശരിക്കും ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മൾ അമ്മമാരോട് പറയും അമിതമായ ശിവക്ഷേത്രങ്ങൾ ഒരു ദിവസം നമ്മൾ സന്ദർശിച്ചാൽ തീർച്ചയായും ഒരു ദേവീക്ഷേത്രം കൂടെ നിങ്ങൾ സന്ദർശിക്കണം എന്ന് പറയും. അതിൻ്റെ കാരണം ഇതാണ്. കാരണം സ്ത്രീജനങ്ങളിൽ അമിതമായി ഈ ആജ്ഞാചക്രം ഉത്തേജിപ്പിച്ചാൽ ആ സ്ത്രീയുടെ പ്രകൃതം തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ പ്രപഞ്ചമാണ്, പ്രകൃതിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പഞ്ചകൃത്യപരായണയാണ് ശരിക്കും സ്ത്രീ. പഞ്ചകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നവളാണ് സ്ത്രീ. പഞ്ചകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. അപ്പോൾ ഇങ്ങനെ പഞ്ചകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീ പ്രകൃതം ഈ പറയുന്ന പോലെ ആജ്ഞാചക്രം അമിതമായി ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ നിരന്തരമായി സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ സഹസ്രാരത്തെക്കുറിച്ച് ആണ് ഇനി നമ്മൾക്ക് പറയാനുള്ളത്. പക്ഷെ അത് ഈ പറയുന്ന പോലെ നമ്മൾക്ക് സഹസ്രാരം നമുക്ക് ഭൗതികതയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ശരീരത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലം, അതായത് ദേവമണ്ഡലവും നമ്മുടെ മനുഷ്യമണ്ഡലവും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ശരിക്കും എന്ത്? സഹസ്രാരം എന്ന് നമ്മൾ വിളിക്കുന്ന ആ 7ാമത്തെ സ്ഥലം. അപ്പോൾ സഹസ്രാരം എന്ന പോയിൻ്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്ന വ്യക്തിലോകത്തെ അല്ലെങ്കിൽ വ്യക്തിബോധത്തെ പ്രപഞ്ചബോധമാകുന്ന ഈശ്വരബോധത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ശരിക്കും സഹസ്രാരം. അപ്പോൾ സൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ശരിക്കും? പരമമായ ഏകത്വത്തെ, പരമമായ ഒരു ഏകത്വബോധത്തെ
പലതായി കാണിക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ശരിക്കും എന്ത്? സൃഷ്ടി, അല്ലേ? നമുക്കറിയാം, ശിവൻ സ്വയം പ്രകടിതമാവാൻ ആഗ്രഹിച്ചപ്പോൾ ശിവൻ്റെ ആഗ്രഹത്തിന് പ്രപഞ്ചം സൃഷ്ടി എന്ന കർമ്മം നിർവഹിച്ചിട്ടാണ് സതി അല്ലെങ്കിൽ ശക്തി ഇത് കാണിച്ചു കൊടുത്തത്. ഇതാണ് ശിവൻ എന്ന് പറഞ്ഞിട്ട്. അതാണ് പ്രപഞ്ചത്തിൻ്റെ രചന നടന്ന ആ ഒരു ലീല, പ്രപഞ്ചലീല. അപ്പോൾ ബോധോദയം എന്ന പ്രക്രിയ ഞാനും നിങ്ങളും അടങ്ങുന്ന വ്യക്തിതലത്തിൽ അല്ലെങ്കിൽ വൈയക്തികമായ സൃഷ്ടിയുടെ, വ്യക്തി സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികൾ, അല്ലെ, ഇൻഡിവിജ്വൽസ്, ആ ഇൻഡിവിജ്വൽ സൃഷ്ടികൾ ആ പരമമായ പൂർണ്ണതയുടെ ഭാഗമാണെന്ന്, അതായത് നാം ഒരു വലിയ പൂർണ്ണതയുടെ ഭാഗമാണ്, ആ പൂർണ്ണതയുടെ അംശങ്ങളാണ് അല്ലെങ്കിൽ കഷ്ണങ്ങളാണ് നമ്മളെല്ലാം എന്ന് മനസ്സിലാക്കി ആ പൂർണ്ണതയിലേക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയലാണ് ശരിക്കും എന്ത്? ഈ ആധ്യാത്മികതയുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം അതാണ്. കാരണം നമ്മൾ ഒരു പൂർണ്ണതയിൽ നിന്ന് തന്ത്രം പറയുന്ന പോലെ 36 തത്വങ്ങളിലൂടെ പരിണമിച്ച് മനുഷ്യനായി ഇവിടെ ഈ പറയുന്ന അംശബോധമായി, ആ പൂർണ്ണതയുടെ അംശമായി ഞാൻ ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നു. ഈ ബോധമായ ഞാൻ തിരിച്ച് അപൂർണ ബോധത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രക്രിയയാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം. അപ്പം നമ്മൾ എങ്ങനെയാണോ ഇങ്ങോട്ട് പരിണമിച്ച് വന്നത്, ഈ പ്രപഞ്ചമൊക്കെ അനുഭവിച്ച്, അതായത് എന്താണ്, ശിവൻ്റെ ആഗ്രഹങ്ങളാണ് ഈ പ്രപഞ്ചം, ശിവനാണ് ശരിക്കും ഇതെല്ലാം. അപ്പം ശിവനെ അനുഭവിച്ച്, ആ ശിവചൈതന്യത്തെയൊക്കെ അനുഭവിച്ച്, നമ്മളെ ആ ശിവചൈതന്യം അനുഭവിപ്പിക്കാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചതും ആരാണ്? ശക്തിയാണ്, ദേവീ ചൈതന്യമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഉള്ളിലുള്ള ആ ദേവീ ചൈതന്യമാണ് എൻ്റെ ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങൾക്ക് ശക്തി പകരുന്നത്, അല്ലേ? ഈ പ്രാണൻ എനിക്ക് തരുന്നത് കൊണ്ടാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം സംസാരിച്ചതുപോലെ എൻ്റെ മൂലാധാരം മുതൽ എൻ്റെ ആജ്ഞ വരെയുള്ള ആ ശരീരത്തിൻ്റെ ഗ്രന്ഥികളടക്കം, സ്ഥൂല ശരീരത്തിൻ്റെ ഗ്രന്ഥികളടക്കം പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ പഞ്ചപ്രാണൻ ഉണ്ടാവണം. ആ പഞ്ചപ്രാണൻ ഞാൻ സ്വീകരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്നാണ്. പ്രപഞ്ചമാരാണ്? അവൾ തന്നെയാണ്, ശക്തി തന്നെയാണ്. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ചൊല്ലാറില്ലേ, കദംബ വനവാസിനി, അല്ലേ? കദംബമാകുന്ന, അല്ലേ, കാട്, അല്ലേ? ഏതാ കാട്? ഈ പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ വസിക്കുന്ന ആ ചൈതന്യം മുഴുവനും എന്താണ്? ശിവൻ്റെ പ്രതിബിംബങ്ങളാണ്. ആ പ്രതിബിംബങ്ങളാകുന്ന ശിവൻ്റെ ചൈതന്യങ്ങളെ, അല്ലേ, ശിവൻ്റെ ഗണങ്ങളെ എനിക്ക് ആസ്വദിക്കണമെങ്കിൽ എനിക്ക് എന്തുണ്ടാവണം? എൻ്റെ ഉള്ളിൽ ശക്തി ഉണ്ടാവണം, ചൈതന്യം ഉണ്ടാവണം, പ്രാണൻ ഉണ്ടാവണം, ഈ പറയുന്ന ചക്രങ്ങളിലൂടെ ഊർജ്ജ സഞ്ചാരം ഉണ്ടാവണം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് എനിക്ക് ഈ പ്രപഞ്ചവുമായിട്ട് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കാൻ പറ്റുക. ആ പ്രപഞ്ചത്തെ ആസ്വദിച്ചതിന് ശേഷം ബോധത്തിലേക്കുള്ള എൻ്റെ മടങ്ങിപ്പോക്കാണ് ശരിക്കും എന്ത്? ആധ്യാത്മികത. അതിനെയാണ് എന്ത് പറയുന്നത്? മോഹങ്ങളുടെ ക്ഷയാവസ്ഥ, മോക്ഷാവസ്ഥ. കാരണം ഈ പ്രപഞ്ചത്തിൽ ഞാൻ വസിക്കുമ്പോൾ ഞാൻ ആരാണെന്നുള്ളത് certain പോയിന്റ്സിൽ ഞാൻ മറന്നു പോകും. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ പരിണമിച്ച് മനുഷ്യനായത് എന്നുള്ളത് ഞാൻ മറന്നുപോകും. പിന്നെ ഞാൻ എന്താണ്? മോഹങ്ങളുടെ പിന്നാലെയുള്ള ഭൗതികതയിലൂടെയുള്ള ഒരു യാത്ര ആരംഭിക്കും. അവിടെ ഞാൻ എൻ്റെ സ്വത്വം മറന്നു പോകും, എൻ്റെ പൂർണ്ണ ചൈതന്യത്തെ ഞാൻ മറന്നു പോകും, സാക്ഷാൽ ഈശ്വരനെ ഞാൻ മറന്നു പോകും. ആ ഈശ്വരനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമിതമായി ഭോഗങ്ങളുടെ കൂടെ സഞ്ചരിക്കാതെ, എന്നാൽ ഈ ഭോഗങ്ങളൊക്കെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ അതൊക്കെ അനുഭവിച്ചുകൊണ്ട്, അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ച് ഈശ്വരനിലേക്ക് ചെല്ലേണ്ടത്. കാരണം എന്താണെന്നറിയോ? തന്ത്രത്തിൽ പഞ്ചമകാര പൂജയിൽ തന്നെ പറയുന്ന ഈ വസ്തുക്കൾ, പഞ്ചമകാരങ്ങൾ നമ്മൾ വിളിക്കുന്ന അറിയാലോ, മുദ്ര, മത്സ്യം, മാംസം, മൈഥുനം, അപ്പോൾ മദ്യം. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ എന്തിനാണ്? ഏത് വസ്തുവും നമ്മൾക്ക് വേണ്ട എന്ന് പറയണമെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേണ്ടെന്ന് വെക്കാൻ എളുപ്പമാണ്. ഉപയോഗിക്കാതെ ഒരു വസ്തു വേണ്ടെന്ന് വെക്കാൻ ഭയങ്കര ടഫാണ്. കാരണം എപ്പോഴും മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി അങ്ങനെയാണ്. നിങ്ങളോട് ഒരു വസ്തു ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വസ്തു ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി എൻ്റെ ഉള്ളിൽ വളരെ കൂടുതലായിരിക്കും. എന്നാൽ നിങ്ങളെ ഒരു വസ്തു ഉപയോഗിപ്പിച്ചിട്ട് ആ വസ്തുവിൻ്റെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അപകടങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പം അത് വേണ്ടെന്ന് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ പുകവലിക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആളുകൾ പുകവലിക്കും, അല്ലേ? എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു ടെൻഡൻസിയാണത്. അപ്പോൾ ആ ടെൻഡൻസി,
ആ ടെൻഡൻസിയിൽ നിന്ന് നമ്മൾ മോക്ഷാവസ്ഥയിൽ വേണ്ടെന്ന് വെക്കൽ, അല്ലേ, മോഹങ്ങളുടെ ക്ഷയം, ത്യാഗം എന്ന ആ ഗുണം എൻ്റെ ഉള്ളിൽ വളർത്തണമെങ്കിൽ മോഹങ്ങൾ ക്ഷയിക്കണം, അല്ലേ. ആഗ്രഹങ്ങളാണ് നമ്മൾ അസുരന്മാരായിട്ട് കാണുന്നത്. കാരണം ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മളെ വലിച്ചുകൊണ്ട് പോകും നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ടാണ് ആഗ്രഹങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് അസുരന്മാർ. ആഗ്രഹങ്ങൾ അമിതമാവുന്നത്. ആഗ്രഹങ്ങളെല്ലാം അസുരന്മാരല്ല. കാരണം എന്താണ്? നമ്മൾക്ക് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ വേണം, ധർമ്മം ഉണ്ടാവണം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്താണ് എൻ്റെ കടമ, ഞാൻ എന്തിനിവിടെ വന്നു എന്നുള്ളത് സദാബോധത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം. പ്രകൃതിയുടെ ഋതം, ആ ഋതത്തിനനുസരിച്ചിട്ടുള്ള, പ്രകൃതിയുടെ താളത്തിനനുസരിച്ചിട്ട് ജീവിക്കുന്നതാണ് ശരിക്കും ധർമ്മം. അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ എന്തുണ്ടാവും? അർത്ഥം. ആ ധർമ്മത്തിലൂടെ ഞാനൊരു ജീവിതം ജീവിക്കുന്ന സമയത്ത് പ്രകൃതി എനിക്ക് അനുകൂലമാവുകയും എൻ്റെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടായി വരികയും ചെയ്യും. അർത്ഥം എന്ന് പറഞ്ഞാൽ അറിയാലോ, സമ്പത്ത് തന്നെയാണ്, അല്ലെങ്കിൽ മീൻസ് ഓഫ് ലൈഫ്, ജീവിക്കാൻ ഉതകുന്ന സാഹചര്യങ്ങളെയും നമുക്ക് അർത്ഥം എന്ന് പറയാം. ഇപ്പോൾ ധർമ്മ അർത്ഥ, പിന്നെ എന്താണ് വേണ്ടത്? കാമങ്ങൾ. അപ്പോൾ അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് മോഹങ്ങൾ ഉണ്ടാവും, ഇല്ലേ. ഉദാഹരണം, എനിക്കിപ്പോൾ ഒരു മാങ്ങ പൂത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? പ്രകൃതിയിൽ ഉണ്ടാവുന്ന പലതും എനിക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച്, അല്ലെങ്കിൽ ധർമാടിസ്ഥാനത്തിൽ ജീവിച്ച് ഞാൻ സമ്പാദിക്കുന്ന അർത്ഥം കൊണ്ട്, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട്, അല്ലെങ്കിൽ സമൃദ്ധി കൊണ്ട് ആ ആഗ്രഹങ്ങളുടെയൊക്കെ പൂർത്തീകരണം നടത്തിയതിന് ശേഷം ഈ മോഹങ്ങളൊക്കെ ക്ഷയാവസ്ഥയിലേക്ക് ഞാൻ നടന്നു ചെല്ലണം. ഈ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ പുരുഷാർത്ഥം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ സഹസ്രാരത്തിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ചൈതന്യം സഹസ്രാരത്തിൽ, ശബരിമലയിൽ ശ്രീ അയ്യപ്പനെ ദർശിക്കുന്ന സമയത്ത് എന്താണ് എൻ്റെ ഉള്ളിലുണ്ടാവുക? എൻ്റെ ആജ്ഞയിലേക്ക് എൻ്റെ ചൈതന്യം വന്നു ചേർന്നു. ഹരി ഹര സംയോഗം പൂർത്തിയായി. ഹര എന്ന് പറയുന്നത് അനാഹതം, വിശുദ്ധി, ആജ്ഞ. അത് 3ലേക്ക് ഈ ചൈതന്യം എത്തി നിൽക്കുമ്പോൾ വിഷ്ണുവും ശിവനും അവിടെ ചേർന്ന് കഴിഞ്ഞു. പിന്നെ ഉണ്ടാവേണ്ട എന്താണ്? അയ്യപ്പൻ, അല്ലേ. അയ്യപ്പൻ, എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5, അല്ലേ. 5 ഭൂതങ്ങളുടെ, ഭൂതതത്വങ്ങളുടെ, പഞ്ചഭൂത തത്വങ്ങളുടെ നാഥൻ, ശ്രീഭൂതനാഥൻ, ശ്രീമണികണ്ഠൻ, അല്ലേ. അവിടെ എൻ്റെ ബോധം ഉണരുകയാണ് ചെയ്യുക. എൻ്റെ ബോധത്തിൻ്റെ ഉണർവാണ് ശരിക്കും എന്ത്? സഹസ്രാരം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത്? സൃഷ്ടിക്കായുള്ള ഈ ശിവൻ, അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അംശാവതാരമായ ഞാൻ, ആ പൂർണ്ണതയുടെ അംശമായ ഞാൻ പൂർണ്ണതയിലേക്ക് മടങ്ങിപ്പോകുന്നതിനെയാണ് ശരിക്കും മോക്ഷം എന്ന് വിളിക്കുക. ആ മടങ്ങിപ്പോകാൻ എന്താണ് ശരിക്കും? പരമമായ ആ ബോധത്തിലെ, ആ ബോധമാകുന്ന ഒന്നിലേക്ക് ലയിക്കുക. ആ പരമമായ ഒന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശിവൻ. അപ്പോൾ പ്രപഞ്ചബോധത്തിനെയാണ് ഞാൻ ശിവൻ എന്ന് വിളിക്കുന്നത്. ആ ബോധത്തിൻ്റെ അംശമായ എന്നിൽ കുടികൊള്ളുന്ന ബോധത്തെയാണ് ഞാൻ ഗണപതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? എൻ്റെ ഉള്ളിൽ കുണ്ടലിനിയിൽ ഉള്ള ചൈതന്യമാണ് ശരിക്കും എൻ്റെ ഗണപതി, എൻ്റെ ബോധം. ആ വൈയക്തികമായ ബോധതലത്തെ ഞാൻ പരാശക്തിയുടെ, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ശക്തിയുടെ കൂടെ ഞാൻ ഉയർത്തി എൻ്റെ ബോധതലത്തെ ഈ പറയുന്ന സ്വാധിഷ്ഠാനം കടത്തി, മണിപൂരകം കടത്തി, അനാഹതം കടത്തി, വിശുദ്ധി കടത്തി ആജ്ഞയിൽ എത്തിച്ചേരുമ്പോൾ എനിക്ക് പൂർണ്ണ ബോധത്തിലേക്ക് ലയിക്കാനുള്ള പ്രേരണ കിട്ടും. അടുത്ത സ്റ്റെപ്പ്, ഞാൻ ആ പൂർണ്ണ ബോധത്തിലേക്ക് ലയിക്കുകയാണ്. ഞാൻ അത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നതാണ്. അതാണ് സത്യമായ പൊന്ന് 18ാം പടി ചവിട്ടി കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് തത്വമസി. തത് ത്വം അസി. ഇതും അതും ഒന്ന് തന്നെയാണ്. അതെപ്പോഴേ എനിക്ക് മനസ്സിലാവും? ഈ പറയുന്ന പോലെ ചോരി മുത്തയ്യൻ കോവിലിൽ നിന്ന് തുടങ്ങി എൻ്റെ യാത്ര ഈ പറയുന്ന മറ്റ് 5 ക്ഷേത്രങ്ങളും താണ്ടി, ശബരിമലയും താണ്ടി, അല്ലെങ്കിൽ ശബരിമലയിലെ 18ാം പടി ചവിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും പവിത്രമായതാണ്. അതുകൊണ്ടാണ് സത്യമായ പൊന്നു 18ാം പടി എന്ന് അതിന് പേര് പോലും ഇന്നും അന്വർത്ഥമായി നിൽക്കുന്നത്. കാരണം അത് സത്യമായ ഒരു കാര്യമാണ്. ആധ്യാത്മിക യാത്രയിൽ നമ്മൾ യഥാർത്ഥ സത്യം തിരിച്ചറിയുന്ന ആ 18 പടികൾ, ആ 18 പടികൾ കീഴടക്കുന്നതോടുകൂടി ഞാൻ അത് തന്നെയാണ്, ആ പൂർണ്ണത തന്നെയാണ് ഞാനെന്ന് മനസ്സിലാവും. അങ്ങനെ ആ പരമമായ ശിവൻ, ആ പരമമായ ശിവനെ
സഹസ്രാരത്തിൽ വസിക്കുന്ന ആ പരമമായ ശിവൻ, സൃഷ്ടിക്കായുള്ള അദ്ദേഹത്തിൻ്റെ കരുത്തിനെ, അല്ലേ, ഈ പ്രപഞ്ചബോധം എന്ന് പറയുന്ന ആ യൂണിവേഴ്സൽ കോൺഷ്യസ്, നമ്മൾ ശിവനെന്ന് വിളിക്കുന്ന ആ പ്രപഞ്ചബോധത്തിന് സൃഷ്ടിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കരുത്തിനെയാണ്, അദ്ദേഹത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ ശക്തി അല്ലെങ്കിൽ ദേവി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതെവിടെയാണ് വസിക്കുന്നത്? എൻ്റെ ശരീരത്തിൽ അത് എൻ്റെ മൂലാധാരത്തിൽ കുടികൊള്ളുന്നു. എൻ്റെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെയാണ് ഞാൻ പരാശക്തി, ദേവി എന്നൊക്കെ വിളിക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ള സൃഷ്ടിശക്തി അവിടെയാണ്. പ്രപഞ്ചത്തിൽ പ്രപഞ്ച ചൈതന്യങ്ങളായിട്ടുള്ള ശക്തിവിശേഷങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ദശമഹാവിദ്യ, അതായത് യൂണിവേഴ്സൽ കോൺഷ്യസ് ആയ ശിവനെ 10 ദിക്കിൽ നിന്ന് നയിക്കുന്ന, ആ കോൺഷ്യസിനെ അഡ്രസ്സ് ചെയ്യുന്ന 10 ശക്തികൾ, അതിനെയാണ് നമ്മൾ ശരിക്കും ദശമഹാവിദ്യ എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചത്തിലെ 10 വിവിധ ശക്തിവിശേഷങ്ങൾ, മഹാവിദ്യകൾ. അതുകൊണ്ടാണ് ദശമഹാവിദ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൂലാധാരത്തിൽ വസിക്കുന്ന അവളെ കുണ്ടലിനിയെ ഉയർത്തി ശിവൻ്റെയും ശക്തി, ഈ 6 ചക്രങ്ങളും കടത്തി അവരുടെ മേളനമാണ്. ഒന്നിക്കൽ ഉണ്ടാകുമ്പോൾ ആത്യന്തികമായ പ്രാപഞ്ചികമായ ഒന്നിലേക്കുള്ള ലയനം അഥവാ മോക്ഷം സംഭവിക്കുന്നു. ഇതാണ് ശബരിമലയിൽ മണികണ്ഠൻ എന്ന ആ മനുഷ്യാത്മാവ്, ദിവ്യാത്മാവ് ശാസ്താ ചൈതന്യത്തിലേക്ക് ലയിച്ചു എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ആ സമയത്ത് ശബരിമലയിൽ ഈ ദർശനം കഴിഞ്ഞ് ഞാൻ ദർശിക്കുന്നത് എന്താണ്? ആകാശത്തിലുള്ള ബ്രഹ്മാണ്ടത്തിലുള്ള ആ മകരജ്യോതി, പൊന്നമ്പലമേട്ടിലുള്ള മകരവിളക്ക്. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു യഥാർത്ഥ അയ്യപ്പ ഭക്തന് അല്ലെങ്കിൽ ഒരു സ്വാമിക്ക് അവൻ്റെ ശരീരത്തിൽ ദിവ്യമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് മകരജ്യോതി കാണുന്നതിന് ഇത്രയും പ്രാധാന്യം. കാരണം അവിടെ ഈ പറയുന്ന, ഞാൻ ഈ ക്ഷേത്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് എൻ്റെ ശരീരത്തിലുള്ള ദേവീ ചൈതന്യത്തെ കൂട്ടി എൻ്റെ ബോധത്തെ ഈ ആജ്ഞയോളം ഉയർത്തുന്നതാണ് 18ാം പടി കഴിഞ്ഞാൽ കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉയർന്ന് അത് പ്രപഞ്ചബോധത്തിലേക്ക് ലയിക്കുന്ന ആ സ്പോട്ടാണ് മകരജ്യോതി, മകരവിളക്ക്, മകരസംക്രമം. ഇതാണ് ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ തത്വം നമ്മൾ യോഗ ദർശനത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രത്യേക ചക്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിരവധി ക്ഷേത്രങ്ങൾ ചക്രങ്ങളുടെയൊക്കെ സംയോജനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതും നമ്മൾ ഇവിടെ പറഞ്ഞു. ഭക്തരുടെ പ്രകൃതി അനുസരിച്ചിട്ട് ഒരു സാധകനോ ഒരു സാധകയ്ക്കോ ഏതെങ്കിലും ചക്രത്തിൽ കൂടുതലായ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അനുഭവപ്പെടാം. ഓരോരോ ക്ഷേത്രത്തിലുള്ള ചൈതന്യങ്ങളുടെ പ്രഭാവം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ചക്രങ്ങളുടെ ശാസ്ത്രങ്ങളല്ലാതെ തന്നെ ഓരോ ക്ഷേത്രത്തെയും വ്യത്യസ്തമാക്കുന്നത് മറ്റൊരു വസ്തുത കൂടിയുണ്ട്. അതെന്താണ്? പ്രാണപ്രതിഷ്ഠയുടെ അതുല്യമായ പ്രക്രിയ. നമ്മൾ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് നേരത്തെ സംസാരിച്ചതാണ്. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആരാധനാമൂർത്തിയുടെ ബിംബത്തിലേക്ക് തന്ത്രിവര്യൻ, അല്ലേ, ഈ തന്ത്രം അറിയുന്ന ഒരു മഹാ ഉപാസകനെയാണ് നമ്മൾ ശരിക്കും തന്ത്രി എന്ന് വിളിക്കുക. തന്ത്രി സാധാരണ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന വെറും പൂജാരിയല്ല കേട്ടോ. നമ്മൾ ഈ തന്ത്രി, ഈ ക്ഷേത്രം കീഴ്ശാന്തി മേൽശാന്തിനൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെറും പൂജ മാത്രം. അവരൊരു മഹാ ഉപാസകരാണ്. അവർ ഈ ശക്തി ചൈതന്യത്തെ ഉപാസിച്ച് തൻ്റെ ശരീരത്തിൽ തൻ്റെ ഈ പറയുന്ന ഊർജ്ജ മണ്ഡലങ്ങൾ, ഈ ശക്തി വിശേഷത്തിനെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഈ ബീജം വഹിച്ച് നടക്കുന്ന നമ്മളില്ലേ, അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ മകനെ ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നു അത്രയും കാലം, അല്ലേ. സമയമായപ്പോൾ അവന് ജീവൻ കൊടുത്ത് അവനെ ഒരു ശിലയിലേക്ക് പകരുന്നതാണ് ശരിക്കും എൻ്റെ സൃഷ്ടി. അപ്പോൾ അതുപോലെ ദൈവീകമായ ബിംബത്തിലേക്ക് ഈ ചൈതന്യത്തെ ആ തന്ത്രി ജീവനും അദ്ദേഹത്തിൻ്റെ ചൈതന്യവും പകർന്ന് വിഗ്രഹമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ. ആ ക്ഷേത്രത്തിൽ അതുപോലെ ചെയ്ത ഓരോ ക്ഷേത്രത്തിലെയും പ്രാണപ്രതിഷ്ഠയുടെ പ്രത്യേകതയാണ് അത് മനുഷ്യർക്ക് മേൽ, അവിടെ സന്ദർശിക്കുന്ന ഭക്തരുടെ മേൽ എപ്രകാരം പ്രഭാവം ചെലുത്തുന്നത് എന്ന്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും അതാത് തന്ത്രിവര്യന്മാർ കൊടുത്ത ആ ചൈതന്യത്തിൻ്റെയും ആ ശക്തിവിശേഷത്തെയുമാണ് നമ്മൾ ആ മൂർത്തി ചൈതന്യം അല്ലെങ്കിൽ അവിടുത്തെ ആ ദേവതാ ചൈതന്യം എന്ന് നമ്മൾ വിളിക്കാം. അമ്പലത്തിൻ്റെ ശില്പശാസ്ത്രവും അവിടുത്തെ ചൈതന്യത്തെ നിലനിർത്താൻ ഭക്തരിലേക്ക് പ്രവഹിക്കാനും ഒക്കെ ഈ ശില്പശാസ്ത്രം സഹായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ആഗമശാസ്ത്രം, തന്ത്രങ്ങളൊക്കെ എന്താണ് പറയുന്നത്. അപ്പം ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ, അല്ലേ, അപ്പം ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും വ്യത്യസ്തമായ ചൈതന്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ രസകരമായ ഒരു വസ്തുത എന്താ? ശബരിമലയോട് ബന്ധപ്പെട്ട ഷഡ്ചക്ര ക്ഷേത്രങ്ങളും നാം കാണുന്നത് ഇത് തന്നെയാണ്, അല്ലേ. അപ്പോൾ
ക്ഷേത്രങ്ങളുടെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ തന്നെ ഉള്ള ക്ഷേത്രം തന്ത്രിക്ക് മാത്രമേ ശരിക്കും അദ്ദേഹം അവിടെ ഏത് ചൈതന്യം ആണ് പ്രതിഷ്ഠിച്ചതെന്ന് പറയാനാവൂ. വിഗ്രഹ പ്രതിഷ്ഠയുള്ള സങ്കല്പത്തിനനുസരിച്ചിട്ടാണ് പൂജാ പദ്ധതി പിന്നീട് ക്രമീകരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള കഥകളിലൂടെ സരളമായ വിധത്തിൽ ഭക്തരിലേക്ക് ഇവ വ്യാഖ്യാനിച്ച് പകർന്ന് പൂജാവിധി നടത്തി ചൈതന്യത്തെ നിലനിർത്തും. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും സംഭവിക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെ തന്ത്രിവര്യൻ ഒരു ചൈതന്യത്തെ അവിടെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ ആ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ആ ദേശത്തിലുള്ള ജനങ്ങൾക്ക് ഗുണകരമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു പൂജാ പദ്ധതി തയ്യാറാക്കുന്നു. ആ പൂജാ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞാൽ ആ പൂജാ പദ്ധതി എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ആര്? അവിടുത്തെ പൂജാരി അല്ലെങ്കിൽ ശാന്തി. അപ്പോൾ ശാന്തി ശരിക്കും പറഞ്ഞാൽ ആ ചൈതന്യത്തിൻ്റെ അമ്മയും തന്ത്രി ആ ചൈതന്യത്തിൻ്റെ പിതാവുമാകുന്നു. അപ്പോൾ ഇവർ രണ്ടു പേരും കൂടിയാണ് ആ കുഞ്ഞിനെ വളർത്തുക. ആ കുഞ്ഞിനെ വളർത്തി അതിൻ്റെ ചൈതന്യം ലോകത്തിന്, ഇപ്പം നമ്മളത് മനുഷ്യൻ്റെ ജീവിതം എടുത്താലും നമ്മൾക്കറിയാലോ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്. കാരണം നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകിയാൽ, ഞാൻ അച്ഛനാണെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, ഞാൻ അവനെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവൻ്റെ അമ്മ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കും അല്ലേ. ആ വളർത്തി വലുതാക്കിയ ആള് ആർക്കാ ശരിക്കും ഗുണം പകരുക? അവന് ചുറ്റുമുള്ള ലോകത്തിനാണല്ലേ. അവന് ചുറ്റുമുള്ള കുടുംബങ്ങൾക്ക്, അവന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആളുകൾക്ക്, അവൻ താമസിക്കുന്ന ഗ്രാമത്തിലെ ആളുകൾക്ക് അല്ലേ. ഒരു കുഞ്ഞ് പഠിച്ച് എഞ്ചിനീയർ ആയാൽ അവൻ്റെ ആ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ട് ആ നാടിനാണ് ഗുണം. അതുപോലെ ഒരു ക്ഷേത്രത്തിൽ വിഗ്രഹം അല്ലെങ്കിൽ ശില ചൈതന്യവത്തായാൽ ആ നാട്ടിലെ ജനങ്ങൾക്കാണ് ഗുണം. അത് അതിൻ്റെ കീർത്തി വർദ്ധിച്ച് പല ദിക്കുകളിൽ നിന്നും ആളെ കാണാൻ വരും അല്ലേ. ഒരു പ്രശസ്തനായ സർജനയെ അല്ലെങ്കിൽ ഒരു പ്രശസ്തനായ എഞ്ചിനീയറിനെയും കാണാൻ ലോകത്തുനിന്ന് ഒരുപാട് ആളുകൾ വരില്ലേ. അതുപോലെ തന്നെ അപ്പം അയ്യനെ ശാസ്ത്രീയമായി നമ്മൾ അറിയാനുള്ള ഒരു ശ്രമം ചക്രങ്ങളിലൂടെ, തന്ത്രശാസ്ത്രങ്ങളിലൂടെ, ക്ഷേത്രത്തിൻ്റെ ശാസ്ത്രങ്ങളിലൂടെ നമ്മൾ അറിയാൻ ശ്രമിച്ചു. നമ്മൾ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള കാര്യങ്ങൾ, എന്താണ് അയ്യപ്പൻ, ആ ശബരിമല ശാസ്താവിൻ്റെ തീർത്ഥാടനത്തിനെ അടിസ്ഥാനമാക്കി എന്താണ് ആചാര പദ്ധതികളെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതോടെ ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. നിർത്തുന്നതിന് മുമ്പായി 2 വാക്ക് എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ ഈ വിദ്യ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും ശാസ്താവ് എന്ന ഈ അതിശക്തമായ അല്ലേ, അതിഗംഭീരമായ ഈ ഒരു വിദ്യ, ഈ ഒരു അറിവ് പകർന്നു കൊടുക്കണം. ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും അതിൻ്റെ ഉത്തരവാദിത്തം സമമാണ്. ആരും ആരിൽ നിന്നും ഉയർന്നോ താഴ്ന്നോ നിൽക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന അതേ മിഷൻ നിങ്ങൾക്കും 41 ദിവസം തുടരാവുന്നതാണ്. പരമാവധി ആളുകളിലേക്ക് വിദ്യ എത്തിക്കുക. എല്ലാവരും യഥാർത്ഥത്തിൽ അയ്യപ്പനെ അറിഞ്ഞ്, വസ്തുതകൾ അറിഞ്ഞ് ശബരിമല സന്ദർശിക്കട്ടെ. ആ ചൈതന്യത്തെ സ്വന്തം ശരീരത്തിലും മനസ്സിലും സ്വീകരിക്കാൻ സാധിക്കട്ടെ. അതിന് നമ്മൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾക്ക് ചെയ്യാം. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.